ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് 12 ലെറ്റേഴ്സ്. ഡ്രാമ തുടങ്ങുന്ന തന്നെ 1991 അങ്ങനെ 19 വയസ്സായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ഹെയ്ടാങ് അവളിപ്പോ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. അങ്ങനെ ഇവളുടെ മരിച്ചുപോയ അമ്മൂമ്മയ്ക്ക് വാക്കുകൊടുത്ത പോലെ ഇവൾക്ക് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവൾ അവസാനത്തെ ഒരു ഗുഡ് ബൈ ആയിട്ട് അവളുടെ അമ്മൂമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതും. അങ്ങനെ ഇവൾ ഈ ലെറ്റർ അയക്കുന്നത് 1991 ഇപ്പൊ അതേസമയം വർഷം 2026 കാണിക്കുവാണ്. ഒരു പ്രായമായിട്ടുള്ള ആള് എപ്പോഴും ഒരേ പോസ്റ്റിന്റെ അടുത്തൊന്ന് ഇരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സെക്യൂരിറ്റിയും ഇയാൾ എപ്പോഴും അനുവാദമില്ലാതെ ഇവിടെ കയറിയിരുന്ന പിന്നെ എന്റെ ജോലി തെറിക്കുമെന്ന് പറഞ്ഞ് അങ്ങേര് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ അദ്ദേഹമാണ് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട, ഞാൻ ഈ പോസ്റ്റിന്റെ അടുത്ത് വെറുതെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയെ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് സെക്യൂരിറ്റിയും പിന്നെ സാർ ഞാൻ നിങ്ങളെ 2 മാസമായിട്ട് കണ്ടോണ്ടിരിക്കുക, അങ്ങനെ ഈ പോസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത് എന്നിന് അയാളും ചോദിക്കുമ്പോൾ ആ പ്രായമായിട്ടുള്ള ആളും ഒരു ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. ഇത് കേട്ട് സെക്യൂരിറ്റിയാണ് ഇതിനകത്തൊക്കെ ആര് ലെറ്റർ അയക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പ്രാന്താന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അങ്ങനെ അതിനുശേഷം ഒന്ന് ഇയാളുടെ മോളായിരിക്കും ഇവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ വീട്ടിയതിനു ശേഷം ഇങ്ങേരുടെ മകളും ഇവിടെ കടന്ന് പട്ടിണി എടുക്കാൻ വയ്യെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ജോലി കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞ് ഇവളെ ലക്കേജ് ഒക്കെ എടുത്തു വയ്ക്കുമ്പോൾ ഇവളുടെ അച്ഛനും ഞാൻ വരുന്നില്ല, നീ വേണേ പോയിക്കോന്ന് പറയും. അതോടെ ഇവളാണ് ദേഷ്യത്തി ചുമ്മാ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ വാച്ചാന്ന് പറഞ്ഞ് ഇനിയിപ്പോ പോസ്റ്റിന്റെ അടുത്ത് പോകാനാണോ ഇവിടെ നിന്ന് വരാത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ അച്ഛനും ഞാൻ ഇവിടെ ഇരുന്നാലേ എനിക്ക് ഒരു ലെറ്റർ അയക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛൻ അന്ന് രാത്രി ഫുള്ളും ആർക്കോ വേണ്ടി ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് എങ്ങനെയൊക്കെ നാളെ അച്ഛനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഇവൾ ഇറങ്ങാൻ വേണ്ടി അച്ഛനെ വിളിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് വീട്ടിൽ കാണത്തില്ല. അതിനുശേഷം ഇവളോട് ലെറ്റർ കാണുമ്പോഴാണ് ഇവളുടെ അച്ഛനും ഞാൻ നിനക്കൊരു ഭാരമായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് എന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇവളും പോലീസിനോടൊക്കെ ഈ കാര്യം പറയുമ്പോൾ പോലീസാണ് ഇവളുടെ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് CCTV ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവളെ പിന്നെ അറിയിക്കാന്ന് പറയുമ്പോൾ അവൾ അച്ഛന് കുറെ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അദ്ദേഹം വഴിയൊക്കെ മറന്നുവെന്ന് പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ അച്ഛനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇവളും പോലീസിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ ഇവൾ അവളുടെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ സെക്യൂരിറ്റി ആണ് ഇവളെ കണ്ട് അടുത്തേക്ക് വരും. മിസ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പക്ഷെ നിങ്ങൾ എന്നെ പൊട്ടനാന്ന് വിചാരിക്കില്ലേ, ഞാൻ പറയുന്ന സത്യം. ഇന്നലെ രാത്രിയാണ് നിങ്ങളുടെ അച്ഛൻ വീണ്ടും ഇവിടേക്ക് വന്ന് അയാൾ ആർക്കാണ്ടൊക്കെ പോസ്റ്റ് അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് അടുത്ത സെക്കൻഡ് ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ ഇയാളാണ് അവിടെ കാണുന്നില്ല. പെട്ടെന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് മാഞ്ഞുപോയി. അതിനുശേഷം ഞാൻ വന്ന് ഇയാൾ അയച്ച ലെറ്റർ നോക്കിയപ്പോൾ ആ പോസ്റ്റിനകത്ത് ആ ലെറ്റർ കാണുന്നില്ല. ഏതിന് ഇവനും കാണിച്ചു കൊടുക്കുമ്പോൾ അവളും പോസ്റ്റിനകത്ത് ഇട്ടിരുന്ന ലെറ്റർ എങ്ങനെ കാണാതെ ചോദിക്കും. അങ്ങനെ ഇയാൾ പറയുന്നൊക്കെ മണ്ടത്തരാന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് എന്തായാലും കോർത്തെടുക്കാൻ പറയുമ്പോൾ ആ സെക്യൂരിറ്റിയും അതുകൊണ്ട് ആദ്യമേ ഇവന് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറയും. കാരണം ഇവൻ പറഞ്ഞേക്ക് ഇന്നലെ ഇവൻ കണ്ടതാ. കൂടാ നിങ്ങളോടൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോന്നെന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും ഇവളുടെ അച്ഛന് മെസ്സേജ് അയച്ച് നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞ് ഇവള് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു പൂച്ചയെ കണ്ട് ഇവളാണ് പേടിച്ചു പോകും. അതിനുശേഷം ആ സെക്യൂരിറ്റി അടുത്തേക്ക് വന്നിട്ട് ദേ ഈ പൂച്ച, ഇന്നലെ ഈ പൂച്ചയെ ഞാൻ കണ്ടായിരുന്നു, കറക്റ്റ് 12 മണിക്ക് ഈ സാധനം എപ്പോഴും ഇവിടേക്ക് വരും. ഏതിന് അവന് പ്രേതം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ആ പോസ്റ്റിനകത്ത് എന്തോ സൗണ്ട് കേൾക്കും. അങ്ങനെ അതുകൊണ്ട് ഇവള് പതി അടുത്തേക്ക് ചെന്ന് അതെന്തോന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോഴാണ് ഇതുവരെ ലെറ്റർ ഇല്ലാത്ത ആ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ വീഴും. അതോടെ സെക്യൂരിറ്റിയാണ് പേടിച്ചിട്ട് സത്യമായിട്ട് ഇതൊക്കെ പ്രേതത്തിന്റെ കളിയാന്ന് പറഞ്ഞ് അവന് ദൈവത്തിനെ വിളിക്കുമ്പോൾ ഈ ലെറ്റർ വന്നേക്കുന്ന 1991 അതായത് തുടക്കത്തിൽ ഹെയ്ടങ് മരിക്കാൻ പോവാന്ന് അവളുടെ അമ്മമ്മയ്ക്ക് എഴുതിയ ലെറ്ററാണിത്. അതിനുശേഷം വീണ്ടും കഥ 1991 പോവാ. ഇതാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ ഈശുൻ. അങ്ങനെ കടം വാങ്ങിച്ചവരുടെ ഇന്ന് പൈസ പിരിച്ചെടുക്കുന്നതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ അത് ഈ കണ്ണാടിയിട്ട ഇവനാണ് ഈശുന്റെ ബോസ്. അതായത് ഇവന്മാരൊക്കെ അവനെ ചാന്നേ വിളിക്കത്തുള്ളു. അങ്ങനെ ഈശുനും അവന്റെ കൂടെ റാറ്റ് എന്ന് പറഞ്ഞ വേറെ ഒരുത്തനുണ്ട്. ഇവ രണ്ടുപേരും ചാട കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവന്മാര് 3 പേരും കൂടെ ഇപ്പൊ ഒരാളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോവാ. അങ്ങനെ അത് വേറെ ആരുടെ വീടല്ല, നമ്മുടെ ഹീറോയിൻ ഹെയ്ടാങ്ങിന്റെ വീടാ. അങ്ങനെ അവള് അമ്മൂമ്മ മരിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് 3 പേരും കൂടെ നിന്റെ അച്ഛൻ ഇവിടെ അല്ലേ മോളെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറി വരും. കാരണം ഇവളുടെ അച്ഛനാണ് കടം വാങ്ങിച്ചേക്കുന്നത്. അപ്പോഴാണ് അവളും അയാളൊന്ന് വീട്ടിലെന്ന് പറയുമ്പം ഇവരും അയാളുടെ സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും ഇതുവരെ വീട്ടിൽ വന്നില്ലെന്ന് ചോദിക്കും. അതിനുശേഷം ഇവരും തന്ന പൈസ വാങ്ങിക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് പറയുമ്പം അവൾ എന്റെ കയ്യിലൊന്നും പൈസ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് കടം വാങ്ങിച്ച അയാളോട് തന്നെ നിങ്ങൾ പോയി ചോദിക്കുന്നത് ഇവള് പറഞ്ഞുവിടാൻ നോക്കുമ്പം ഇവന്മാരെങ്കിൽ പിന്നെ പൈസയ്ക്ക് വരും ഇവിടുന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയിക്കോളാം പറയും. അങ്ങനെ ഇവളുടെ അച്ഛൻ പൈസ ആയിട്ട് വന്ന് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ചോണ്ടാവും പറയുമ്പം അവളും കരഞ്ഞോണ്ട് എന്റെ അമ്മൂമ്മ ഇപ്പൊ മരിച്ചേ ഉള്ളു, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ
നിന്ന് ഇവരെ പോയിക്കോളാൻ പറയും. പക്ഷെ അവന്മാരാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉള്ള പൈസ എടുത്തോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളും പുറയുന്ന കല്ലെടുത്തോണ്ട് അവന്മാർ അടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഈശ്വരനാണ് അവൾ തടഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യുന്നേ ഉള്ളു, അതുകൊണ്ട് ഈ പൈസ ആണ് മര്യാദയ്ക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവന്മാര് വേറെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ മൊത്തത്തെ അടിയാകും. അങ്ങനെ അവിടെ കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഈശ്വന്റെ കൈ ചെറിയ വെട്ടി വീഴുമ്പോഴാണ് ചായാണ് ഇവന്റെ കൈക്കൊന്നും കുഴപ്പമില്ലെന്ന് ചോദിക്കും. കാരണം ഇവന്റെ നാളെ സ്കൂളിൽ പോകാനുള്ള. അപ്പോഴാണ് അവനും എനിക്കൊന്നും സ്കൂളിൽ പോകണ്ട, നിങ്ങളുടെ ലൈൻ മറ്റേ ടീച്ചറില്ലേ അവരെന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്, പിന്നെ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ സ്കൂളിൽ പോകുന്നത്. ഏതിന് അവനും പറയുമ്പം ചായ എന്തായാലും ഇവ സ്കൂളിൽ പോയാൽ നമുക്കും കുറച്ച് ബുദ്ധിയൊക്കെ വളർത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അതിനു വേണ്ടിയെങ്കിലും പഠിക്കാൻ പറയും. അതിനെ ശിവമാരുടെ ശമ്പളമൊക്കെ കൊടുത്ത് ഇവന്മാരെ വീട്ടിൽ പറഞ്ഞയക്കുമ്പോഴാണ് ഈശ്വന് വീട്ടിൽ ചെന്നിട്ട് അവന്റെ പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അതേസമയം ഈശ്വന്റെ കൂട്ടുകാരൻ റാറ്റും അവൻ വീട്ടിലൊന്നും പോവാതെ അവിടുത്തെ ഒരു സിനിമ ലൈബ്രറി ചെന്ന് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടമൊക്കെ ഉണ്ട്. അതേസമയം ഈശ്വൻ ജോലി ചെയ്യുന്ന ചായക്ക് വേണ്ടിയാണെങ്കിലും ആ ചായക്കും ഒരു ബോസ് ഉണ്ട്. അയാളാണ് എല്ലാവർക്കും കടം കൊടുത്തിട്ട് അതൊക്കെ പിരിച്ചോണ്ടുവരാൻ വേണ്ടി ഇവരെ പറഞ്ഞയക്കുന്നത്. അവന്റെ പേര് ഗാവോ. അവനെ കണ്ട എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ നിന്റെ കൊച്ചുപിള്ളേരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഹെയ്റ്റങ്ങിന്റെ അച്ഛന്റെ അടുത്തിരുന്ന് ഇവൻ പൈസ വാങ്ങിക്കണ്ട, അവൻ വേറെ ആൾക്കാരെ പറഞ്ഞയക്കാൻ പോകുന്ന പറയും. കാരണം ചായയൊക്കെ അടി വാങ്ങിച്ച് കൂട്ടുന്ന ജോലി മാത്രമേ ഏക്കത്തുള്ളൂ എന്നറിഞ്ഞ് എല്ലാവരുടെ ഫ്രണ്ട് അവനെ കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് അതൊന്നും വലിയ കണക്കായിട്ട് എടുക്കാതെ ഇവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ദിവസം ഈശ്വന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ ചേർക്കാൻ ആഗ്രഹിച്ച മറ്റു ടീച്ചറാണ് കണ്ടിട്ട് ഇത്ര ലേറ്റ് ആയിട്ടാണ് നീ ക്ലാസ് വരുന്നത്, നിനക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം, മര്യാദയ്ക്ക് ഈ തവണെങ്കിലും നീ പഠിച്ച് പാസ്സാവാൻ നോക്ക്, എന്നാലും നിന്നെ കോളേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്നിന് അവൻ അഡ്വൈസ് ചെയ്തിട്ട് ഇനി പഴയതുപോലൊന്നും ആ ചാട പുറ പൈസ പിരിക്കാനൊന്നും പോകണമെന്ന് പറയും. അതിനുശേഷം ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഹെയ്റ്റങ്ങാണ് ഇവനെ കണ്ട് ഷോക്കായിരിക്കും. അതേസമയം അവൻ അവളെ കണ്ടിട്ട് ഇവളെല്ലാം ഇന്നലെ കണ്ടെന്ന് പറഞ്ഞ് അവന് പിടികിട്ടും. അങ്ങനെ അതേശം ക്ലാസ് കഴിഞ്ഞ് രണ്ട് പയ്യന്മാർ ഇവനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഈശ്വൻ യുമാർക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അതിലൊരുത്തനും എന്റെ പേര് ഷൻ, നിനക്കൊല്ലം പ്രശ്നം വരുവാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്കറിയുന്ന കുറെ കണക്ഷൻ ഒക്കെ ഉണ്ട്, ഇപ്പൊ വരുന്നോ നമുക്ക് പുറത്തെ ഒരു ഗെയിം കളിക്കാം. എന്നിന് ഇവനും വിളിച്ചു നോക്കുമ്പോൾ ഈശ്വൻ എനിക്കിപ്പോ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റങ്ങാണ് ഇവനെ തടഞ്ഞു നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഇന്നലെ എടുത്തോണ്ട് എന്റെ പൈസ തന്നേക്ക്, അതിന്റെ അമ്മൂമ്മയുടെ പൈസയാ, നീ ഇപ്പൊ തന്നില്ല ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും എന്റെ ഒന്നും പൈസ ഇല്ല, കൂടാതെ നിന്റെ അച്ഛനെ കടം വാങ്ങിച്ചേക്കുന്നത്, കടം വാങ്ങിച്ച ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ. എന്നിന് ഇവനും പറയുമ്പോൾ തന്നെ അവളും ഒരേശം പൈസ തന്നില്ല, ഇവളുടെ അടുത്ത് കട്ടെടുത്താന്ന് സ്കൂളിൽ ചെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അതേസമയം ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചും വന്നടനെ അവനാദ്യം നിന്റെ അച്ഛന് പൈസ തരാൻ പറഞ്ഞ് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൾ എപ്പോഴും ഒരു ലൈബ്രറിയിൽ ചെന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഓണറും നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റുപോകാൻ വേണ്ടി എന്തായാലും ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞ് ഇവളൊരു ഐഡിയ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിനേശ് ഇവളും പുറത്തൊരു ബോർഡിനകത്ത് നമ്മളുടെ ഫ്യൂച്ചറിനോട് എന്തെങ്കിലും എഴുതാൻ ആഗ്രഹമുണ്ട് അത് എഴുതി ഇവിടെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളിങ്ങനെ എഴുതിയിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട അയാളും ഇത് കൊള്ളാം, ഇനിയിപ്പോ ഇത് വായിച്ച് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വന്ന നമ്മുടെ സാധനങ്ങളൊക്കെ വിറ്റു കൊടുക്കാം, എങ്കിൽ ശരി ഞാൻ പോയി എന്റെ പയ്യനെ വിളിക്കാൻ പോവാ, നീ കടന്നു നോക്കിയോ. എന്നിന് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് ഒരു പ്രായമായിട്ടുള്ള ആൾ അവിടേക്ക് വരും. അങ്ങനെ ഇയാളുടെ വണ്ടിക്കകത്ത് മറ്റേ പോസ്റ്റും കാണാൻ പറ്റും, കൂടാതെ പൂച്ചയുണ്ട്. അതിനേശം അയാളും ഇവളുടെ കടയിൽ നിന്ന് കുറച്ച് ബൈൻഡ് വായിച്ചോണ്ട് പോകും. അങ്ങനെ ഈശ്വനും അവന്റെ ടീച്ചറിനോട് പണിക്കൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞാലും അവൻ ഇപ്പോഴും ചാട് കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ യുവമാരും പൈസ വാങ്ങിച്ചിട്ട് അവന്മാർ നമ്മളെ കിട്ട് അടിക്കാൻ പറ്റുന്ന പറഞ്ഞ് യുവമാരൊക്കെ ആ കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചായാണ് പെട്ടെന്ന് യുവമാരോട് എടാ പിള്ളേരെ നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നമുക്ക് ഈ പണിയൊന്നും വേണ്ട, നമ്മൾ സമാധാനത്തിൽ ഞാനൊരു ബോട്ട് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പണി നോക്കാം, അതിനേശം ആ ഗാവയുടെ കീഴിലൊന്നും വർക്ക് ചെയ്യണ്ട, നമുക്ക് ഡീസന്റ് ആയിട്ട് പണി ഉണ്ടാക്കാം. എന്നിനെ ചായം പറഞ്ഞിട്ട് യുവമാർ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഈ പണിയൊക്കെ മടുത്തോയെന്ന് അറിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ തുണി കച്ചവടമൊക്കെ നോക്കാന്ന് പറയും. അതിനേശം ചായ യുവമാരോട് ഇനിയിപ്പോ ഹേറ്റങ്ങിന്റെ വീട്ടിൽ നിന്ന് പോയി യുവമാർ പൈസ വയ്ക്കണം എന്ന് പറയുമ്പോൾ ഈശ്വനും അതെന്താന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ആ ഗാവോ അവന്റെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞയച്ച് നമ്മൾ പോയ ആ പെങ്കൊച്ചിനൊന്നും പേടിപ്പിക്കത്തില്ലെന്ന്, അവന്മാരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാര്. എന്നിന് ഇവനും പറയുമ്പം ഈശ്വന് കുറച്ച് പേടിയാവും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ലൈബ്രറിയുടെ പുറത്ത് മറ്റേ പോസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴാണ് ഇതെങ്ങനെ ഒന്നെന്ന് പറഞ്ഞ് ഹെയ്റ്റ് അങ്ങനെ അവളുടെ ബോസിനെ മനസ്സിലാവത്തില്ല. കൂടാതെ ഇതിനകത്ത് ഒരു ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് ഇവളുടെ പേരിലെന്ന് പറഞ്ഞ് ബോസ് ഇവളുടെ കൊടുക്കും. അപ്പോഴാണ് ഇവളത് കണ്ടിട്ട് ഇത് ഇന്നലെ അങ്ങേര് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പോസ്റ്റിലെന്ന് പറഞ്ഞ് ഇവൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവളുടെ ബോസും എന്തായാലും ഈ പോസ്റ്റ് എന്ന സ്ഥിതിക്ക് നമ്മുടെ കട നടത്തുന്ന പ്രോഗ്രാമിന് ഇതിനകത്ത് കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് അവരുടെ ഫ്യൂച്ചറിന് ലെറ്റർ അയക്കട്ടെ തീരുമാനിക്കും. അതിനുശേഷം ഇവള് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവൾക്കൊന്ന് ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് അവൾക്കത് കണ്ട് കട്ട ദേഷ്യമാവും. അതിനുശേഷം ഇവിടെ ക്ലാസ് വെച്ച് ഹെയ്റ്റങ്ങും ഒരു ലീഡറായിട്ട് അവള് ക്ലാസിന്റെ ഫണ്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ മറ്റേ ഷെന്നാണ് ഇവളെ കണ്ടിട്ട് ഇവള് ക്ലാസ് ലീഡർ ആയതുകൊണ്ട് ഞങ്ങളുടെ ഇന്ന് പൈസ ചുമ്മാ അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്യാതെ നിനക്ക് സംശയമുണ്ട് ടീച്ചറിനോട് ചെന്ന് ചോദിച്ചോന്ന് പറഞ്ഞിട്ട് അവളടുത്തായിട്ട് ഈശ്വന്റെ അടുത്ത് പൈസ വാങ്ങിക്കാൻ വരുമ്പോൾ അവൾ ദേഷ്യത്തി ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്
പുറത്തേക്ക് വിളിക്കും. അപ്പോഴാണ് അവൻ എന്തോ കാര്യം അറിയാൻ വേണ്ടി പുറത്ത് ചെല്ലുമ്പം ഇവളും ദേഷ്യത്തി നിനക്കെന്നെ റാഗിയാം, പക്ഷെ ഇനി എനിക്ക് അങ്ങനത്തെ ലെറ്റർ ഒന്നും എഴുതി പോകല്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നിട്ട് ഇവൾ ദേഷ്യപ്പെടുമ്പം അവനൊന്നും മനസ്സിലാവാതെ ഏത് ലെറ്റർ, നീ എന്തോ പറയുന്നത്? എന്നിട്ട് ഇവന് ചോദിക്കുമ്പം നിനക്കറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതേസമയം ഇവളില്ലാത്ത സമയം നോക്കി മറ്റേ ഷെന്നാണ് ആ ലെറ്റർ എടുത്തങ്ങ് വയ്ക്കും. അയ്യോ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലവ് ലെറ്റർ. നമ്മൾ രണ്ട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കും. ഹെയ്റ്റാങ്, എത്ര ജന്മം കഴിഞ്ഞാലും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്ന് ഈഷുങ്. എന്നിട്ട് അവൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് ഈ ലവ് ലെറ്റർ വായിച്ചു കൊടുക്കുമ്പം ഹെയ്റ്റിങ് ആണ് ദേഷ്യത്തി അത് അവന്റെ വാങ്ങിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഈഷുനാണ് ഇവിടെ എന്തോ സംഭവം നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവനും ദേഷ്യത്തി ആ ലെറ്റർ വാങ്ങിച്ചിട്ട് നോക്കും. അപ്പോഴാണ് ഹെയ്റ്റിങ് അതിനു മുമ്പേ ആ ലെറ്റർ വലിച്ചു കീറുമ്പം ഇത് കണ്ട് ടീച്ചറും ഇവ രണ്ടുപേരും സംസാരിക്കും. അപ്പോഴാണ് ഈശനും ഞാൻ ഇന്നല്ലേ ഇവൾക്ക് ലവ് ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞ് അവനും പറഞ്ഞു നോക്കുമ്പം ടീച്ചർ വിശ്വസിക്കാതെ ഇവളോട് സത്യം അറിയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ടീച്ചറോട് നീ സത്യം പറഞ്ഞ് ഇവനാണ് തന്നെ ചോദിക്കുമ്പം ഹെയ്റ്റിങ്ങിന് ആദ്യം പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വഴക്കുറയും. എടാ ഈശുൻ, ഞാൻ നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ വാങ്ങിച്ചെന്ന്. നിനക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒരാളെ പ്രൊപ്പോസ് ചെയ്യണോ? ഈ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയല്ലേ, എനിക്ക് അത് നല്ലോണം അറിയാം. നിന്നെ ടീച്ചർ പറയുമ്പോഴാണ് അവനും ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗാ, പക്ഷെ ഞാനല്ലേ ഇത് എഴുതിയത്, നിങ്ങളിത് വേണം വിശ്വസിച്ചോ, ഈ സത്യമായിട്ട് ഞാനൊന്നല്ല എഴുതിയത്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈശനാണ് ആ ഷെന്നിനെ തടഞ്ഞു നിർത്തിയിട്ട് എടാ ആ ലെറ്റർ എവിടെ നിന്ന്, നീയാണ് എന്റെ പേരും പറഞ്ഞ് അവൾക്ക് ആ ലവ് ലെറ്റർ അയച്ചേ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോൾ ഞാനല്ല നിന്റെ പേരിൽ എഴുതിയേക്കതെന്ന് പറഞ്ഞ് ഇവനെ രക്ഷപ്പെടാൻ നോക്കും. അതോടെ ഈശ്വനാണ് ദേഷ്യത്തി മര്യാദയ്ക്ക് നിന്നോട് പറയാം, ഇനി മേലെ എന്നെ ഇവിടെ പ്രശ്നത്തിലാക്കല്, നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, ഞാൻ നിന്നെ പിന്നെ വെറുതെ വിടത്തില്ല. എന്നിട്ട് ഇവനെ പേടിപ്പിക്കുമ്പം ടീച്ചറാണ് അവിടേക്ക് വന്നിട്ട് ഇവനെ മര്യാദ കൈയെടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് ഹെയ്റ്റങ്ങിന്റെ അച്ഛനും വന്നിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ ലവിലൊക്കെ വീഴാവാ മോളെന്ന് പറഞ്ഞ് അയാൾ കുറെ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറും ഇത് ഹെയ്റ്റങ്ങിന്റെ തെറ്റല്ല, ഒരു ടീച്ചറായിട്ട് എന്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് അവര് സോറി പറയും. അപ്പോഴാണ് അവളുടെ അച്ഛനും ടീച്ചറെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പാവ ഹെയ്റ്റങ്ങിനെ വഴക്കുപോലും അറിയത്തില്ല, അവൾക്ക് ഞാൻ കുറെ സ്നേഹം കൊടുത്തുപോയി, അതുകൊണ്ടാ അവളിങ്ങനെ വഷളായിപ്പോയ, ഞാൻ അവളെ വീട്ടിൽ ചെന്ന് നല്ലോണം പാഠം പഠിപ്പിച്ചോളാം, പിന്നെ ഈ പയ്യനാണോ ഇവൾക്ക് ലെറ്റർ അയച്ചെന്ന്. എന്നിട്ട് അവളുടെ അച്ഛനും ചോദിക്കുമ്പം ഇവനും അയാളെ തന്നെ ഇങ്ങനെ പുച്ഛിച്ച് നോക്കിക്കൊണ്ടിരിക്കും, കാരണം ഇയാളൊരു വമ്പം ഫ്രോഡാന്ന് അവനറിയാം. അതിനുശേഷം അവളുടെ അച്ഛനും പഠിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ പഠിക്കണ്ടേ മോനെന്ന് പറഞ്ഞ് ഇവനെ കുറെ അഡ്വൈസ് ചെയ്യുമ്പം അവനാണ് ദേഷ്യത്തി എന്നെ പാഠം പഠിപ്പിക്കാൻ നീ ആരാ, നിങ്ങൾ വിചാരിക്കുന്ന ഈ ലവ് ലെറ്റർ ഞാനെന്നല്ല എഴുതിയ. എന്നിട്ട് ഇവനും പറയുമ്പം അവളുടെ അച്ഛനും ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ ചുമ്മാ തമാശക്ക് എഴുതി കാണും. എന്നിട്ട് അയാൾ ഹെയ്റ്റനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൻ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഈ ലെറ്റർ എഴുതിയത് വേറെ ആരുമല്ല, 2026 ആ പ്രായമായിട്ടുള്ള ആളാണ്, അതായത് ആ പ്രായമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈശുൻ. എന്നിട്ട് ഇവിടെ വീട്ടിൽ എത്തിയതിനു ശേഷം അവളുടെ അച്ഛനാണ് അവളിട്ട് ഉപദ്രവിച്ചോണ്ടിരിക്കും. എടി നിനക്ക് നിന്റെ അമ്മയെ പോലെ നശിച്ചു വേണോ, അവളോ വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടാൻ നോക്കി, ഇപ്പൊ നീ ഈ പ്രായത്തിൽ തന്നെ വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടാൻ നോക്കുന്നു. എന്നിട്ട് അവളെ ഇട്ട് അടിച്ച് ഉപദ്രവിക്കുമ്പം ഇവള് ഞാൻ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷെ ഇവളുടെ അച്ഛനാണ് ഒരു ഒന്നിനും കൊള്ളാത്തവന്, അതുകൊണ്ട് അവന്റെ സ്വഭാവത്തിന് ഇപ്പൊ ഇവളുടെ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അവളുടെ ബാഗിൽ നിന്ന് തട്ടിപ്പറിച്ച് കുറച്ച് പൈസ എടുക്കുമ്പം ഇത്ര ഉള്ളോടി എന്ന് പറഞ്ഞിട്ട് ഇവള് ജോലിക്ക് പോയി ഉണ്ടാക്കി പൈസയൊക്കെ എന്ന് ജയിക്കും. അപ്പോഴാണ് അവളും എന്റെ ഇത്ര ഉള്ളു, എനിക്ക് നാളെ ഫുഡ് കഴിക്കാൻ തന്നെ പൈസ ഇല്ല, മര്യാദയ്ക്ക് എനിക്ക് കുറച്ച് ചെലവിനതാ. എന്നിട്ട് ഇവള് വയ്ക്കുമ്പം നിന്റെ ചെലവനക്ക് ആരോടി, എനിക്ക് ബെറ്റ് കെട്ടുള്ള പൈസ പോലും കിട്ടിയില്ല. എന്നിട്ട് അവളുടെ ഇരിക്കുന്ന എല്ലാ പൈസയും കൂടെ അടിച്ചു മാറ്റിയിട്ട് ഇവളെ പട്ടിണിക്ക് ഇടുന്ന ഒരു മോശമായിട്ടുള്ള അച്ഛനാണ് ഇവൻ. അതിനുശേഷം ഇവളാണ് അവളുടെ അച്ഛനെ കാശ് എടുത്തുണ്ടോ സമ്മതിക്കത്തില്ല, കാരണം ഇന്ന് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത പിള്ളേരുടെ പൈസയാണ് അതൊക്കെ. അപ്പോഴാണ് ഇവളുടെ അച്ഛനും നീ എന്നെ അടിക്കാറായെന്ന് പറഞ്ഞിട്ട് ഇവളെ തള്ളിയിട്ടിട്ട് നിനക്ക് ജീവൻ തന്ന ഞാൻ നിന്നെക്കാളും ബലശാലിയാന്ന് പറഞ്ഞ് ഇവളെ കുറെ ഇട്ട് ഉപദ്രവിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൻ അടുത്തേക്ക് വന്നിട്ട് നീ പഠിച്ച് നല്ലോണം ജോലിക്ക് പോയാലല്ലേ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി നിന്നെ കെട്ടിച്ചയക്കാൻ പറ്റത്തുള്ളൂ, അതിനുശേഷം എനിക്കും ഈ ജോലിക്കൊന്നും പോകാതെ സന്തോഷത്തോടെ ജീവിക്കാം, അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവനോട് ഇട്ടേക്കുന്നത്. എന്തായാലും ഞാൻ നിന്റെ അച്ഛനല്ലേ, ഞാൻ നിന്റെ കൂടെ തന്നെ വരും, നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് മോൾ സമാനപ്പെട്, പഠിച്ചിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവള് അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം അവിടെ ഈശുനാണ് ആ ലവ് ലെറ്റർ അവന്റെ കൂട്ടുകാരനോട് കാണിക്കുമ്പം അവനാണ് ഷോക്കായിട്ട് എടാ അതിനുമ്പോ നീ സ്കൂളിൽ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയോ, നിന്നെ പോലെ സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണല്ലേ. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ഈശുനും എടാ ഞാൻ പോയിട്ട് തന്നെ 2 ദിവസം ആയതേ ഉള്ളൂ, ആ ഹേറ്റങ് അല്ലാതെ വേറെ ആരും ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് എന്തായാലും ഒരു പേടി ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് പൈസ വാങ്ങിച്ചാലും ഇനി ടീച്ചറെല്ലാം അറിയുമോ വന്ന, അതുകൊണ്ട് ഇപ്പൊ തന്നെ അവളുടെ അമ്മൂമ്മയുടെ പൈസ എല്ലാം ഞാൻ കൊടുത്തേക്കാം. എന്നിട്ട് ഇവനും കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരനാണ് എടാ നീ എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്, ഞാൻ വേണേ വേറെ ആൾക്കാരെ പറഞ്ഞയച്ച് അവളെ പേടിപ്പിക്കാം, അവൾ ഈ കാര്യം ടീച്ചറോട് പറയത്തില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു നോക്കുമ്പോഴാണ് യേശുനും എടാ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇനിയിപ്പോ എന്നെ കുറിച്ച് അറിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമല്ല ഞാൻ പേടിക്കുന്നത്, ടീച്ചറും ചായ തമ്മിലുള്ള റിലേഷൻ അത് കാരണം പ്രശ്നത്തിലാണ്, ഞാൻ കാരണം വെറുതെ
അവർ തമ്മിൽ പ്രശ്നം വരണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ ഈ പൈസ കൊടുക്കാൻ പോവാ, നീ കടന്നുറങ്ങിക്കോ. ഏതിന് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇവിടെ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഹേട്ടങ്ങും കരഞ്ഞോണ്ട് അവള് മരിക്കാൻ തീരുമാനം എടുക്കും. അങ്ങനെ ഇതാണ് ഡ്രാമയുടെ തുടക്കത്തിൽ ഇവളുടെ അമ്മമ്മയ്ക്ക് എഴുതുന്ന ലെറ്റർ. സ്വന്തം അച്ഛന്റെ ഈ ക്രൂരത സഹിക്കാൻ പറ്റാത്തോണ്ട അവള് മരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അവൾ എത്ര ശ്രമിച്ചിട്ടും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അമ്മൂമ്മയെന്ന് അറിഞ്ഞിട്ട് അവൾ അവസാനമായിട്ട് അവനെ കൊന്നിട്ടെങ്കിലും ഇവളെ സമാധാനിച്ച് ജീവിക്കണം എന്നറിഞ്ഞ് അവളൊരു കത്തിയായിട്ട് ചെല്ലും. അതേസമയം തന്നെ ഈശ്വരൻ ഇപ്പോ ഇവളെ കാണാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. അങ്ങനെ ഹേറ്റങ്ങ് അവളുടെ അച്ഛനെ കൊല്ലാൻ പോകുന്ന വഴിക്കാണ് ഇവൾ എഴുതിയ ലെറ്റർ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ നേരെ വന്ന് ചൂതാടിക്കൊണ്ടിരിക്കുന്ന ഇവളുടെ അച്ഛനെ കുത്തി കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈശ്വരനാണ് അവിടെ വന്നിട്ട് ഇവളെ തടഞ്ഞു നിർത്തും. അതോടെ അവളുടെ അച്ഛനാണ് പേടിച്ചിട്ട്, എടി നീ എന്നെ കൊല്ലാൻ നോക്കുന്നോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? എന്നിട്ട് അവനും പേടിച്ചു പോയിരിക്കുമ്പോൾ ഇവള് മരിക്കുവാണ് രണ്ടുപേർക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചോണ്ടേയിരിക്കും. അപ്പോഴാണ് ഈശ്വരനാണ് അവളെ പിടിച്ച് മാറ്റിയിട്ട്, നിനക്കെന്താ വട്ടാണോ, അവനെ കുത്തി കൊന്നിട്ട് നീ പിന്നെ എന്ത് ജീവിതം ജീവിക്കാൻ പോന്നെ, പിന്നെ നിന്റെ ലൈഫ് ഫുള്ള് നരകമായിരിക്കും എന്നിട്ട് ഇവനും പറയുമ്പം അവളൊന്നും കേൾക്കാതെ അവനെ കൊല്ലാൻ വേണ്ടി പുറകെ ഓടിച്ചില്ലും. അതിനുശേഷം വീണ്ടും വീണ്ടും ചെന്ന് ഇവൻ അവളെ തടയുമ്പോഴാണ് അവൾ എന്നെ സമാധാനിച്ച് ചാവാൻ പോലെ നീ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ദേഷ്യപ്പെട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും പുറകെ വന്നോണ്ട് എന്തായാലും ഇവനെ പോലെ ഒരു ഒന്നിനും കൊള്ളാത്തിന് വേണ്ടി നീ എന്തിനാ മരിക്കാൻ പോന്നെന്ന് പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ ഇതൊക്കെ നിർത്തിക്കൊള്ളാൻ പറയും. പക്ഷെ ഇവളാണ് ഞാൻ മരിക്കുന്നുണ്ട് നിനക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവനെ മാറിപ്പോവാൻ പറയുമ്പോൾ അവനപ്പോ ഇവളുടെ ധൈര്യം മരിക്കാനേ ഉള്ളോന്ന് ചോദിക്കും. കൂടാതെ ഇവള് കൊണ്ടുവന്ന കത്തിയും കൊണ്ട് ഓരോരുത്തരും കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഇനി ഇവള് കൊല്ലാൻ നോക്കുവാണ് അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട പിന്നെ ഇവളായിരിക്കും ജയിലിൽ പോയി ജീവിക്കണ്ട, പിന്നെ എന്തൊരു ജീവിതം നിനക്ക് കിട്ടാൻ പോന്നെന്ന് പറഞ്ഞ് ഇവൻ അഡ്വൈസ് ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന പോലീസും ഇവരെ വിളിച്ചോണ്ടങ്ങ് പോകും. അതിനുശേഷം പോലീസാണ് അവളുടെ അച്ഛനോട് സ്വന്തം മോളിനെ നിന്നെ കത്തിയും കൊണ്ട് കുത്താമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവനാണ് പേടിച്ചിട്ട് അവൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് മോളുടെ ഭാഗത്തൊന്നും തെറ്റില്ല, ഞാനൊരു അച്ഛനായിട്ട് ഇതൊക്കെ സഹിച്ചല്ലേ പറ്റത്തുള്ളെന്ന് ഇവൻ നാടകം കളിക്കുമ്പം പോലീസാണ് ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ അവൾ എന്തിനാ ആശുപത്രി ചേക്കാത്തം ചോദിക്കും. ഒരു പക്ഷേ ഇയാളല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ പറ്റിയായിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെല്ലാം കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് കുറെ അഡ്വൈസ് ചെയ്യുമ്പം അവിടേക്ക് വരുന്ന ഹേറ്റാങ്ങാണ് ഇവളുടെ അച്ഛൻ പറഞ്ഞ് സത്യമെല്ലാം കേട്ടിട്ട് എനിക്കാണോ വട്ട് നിനക്കാണോ വട്ടെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അവളുടെ അച്ഛനാണ് ഇതൊന്നും കണക്കെടുക്കാതെ ഇവിടെ ഈശ്വരനോട് എന്നെ സഹായിച്ചതിന് താങ്ക്സ് മോനെ എന്ന് പറഞ്ഞ് അയാളൊരു നല്ലവനെ പോലെ ഇവിടെ നിന്ന് നാടകം കളിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഹേറ്റങ് ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ട് ഈശ്വരൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതോടെ ഇവളാണ് ദേഷ്യത്തി നീ എന്നെ വട്ടായിട്ടാണ് വിചാരിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് ചൂടാകുമ്പം അവൻ അതുകൊണ്ടെന്നല്ലേ നിന്നെ വിളിച്ചോണ്ടെന്ന്, നിനക്ക് നാളെ സ്കൂളിൽ പോവാണ്, നീ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് ഇവനും പറയും. ഒരു ശിവൾക്ക് മരിക്കാനാ ആഗ്രഹമെങ്കിൽ മരിക്കുന്നേക്ക് ഈസിയാ, പക്ഷെ ജീവിക്കാനാ പാടെന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചിട്ട് മരിക്കുന്ന നിനക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കും. അതോടെ അവളാണ് ദേഷ്യത്തി നിനക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് എന്തറിയാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ ഒറ്റയ്ക്കൊന്നിരിക്കുമ്പോഴാണ് ഇവൻ അവൾ ആശ്വാസപ്പെടുത്താൻ വേണ്ടി അടുത്തേക്ക് ചെന്നിരിക്കും. ഞാൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതല്ല, നീ എങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം നിന്റെ അച്ഛൻ അങ്ങനത്തെ ഒരാളാ. ഇനി കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളു, നീ നല്ലോണം പഠിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പുറത്ത് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടും, എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ അയാൾക്ക് വേണ്ടി മരിക്കാനൊക്കെ തീരുമാനിച്ച്, അവൻ നിന്നെല്ലാം ചെയ്തായിരുന്നു എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ക്ലാസ്സിൽ ശേഖരിച്ചു വെച്ചിരുന്ന പൈസ എല്ലാം അവൻ കട്ടോണ്ടോ എന്ന് പറയും. അതോടെ ഈശ്വരനാണ് ഇത് കേട്ടിട്ട്, ഹോ അതിന് വേണ്ടിയാണ് നീ ഇപ്പൊ ചാകാൻ പോയെ, എങ്കിൽ പിന്നെ ആ പൈസ ഞാൻ നിനക്ക് തന്നാ പോരെ, എന്തായാലും പൈസ ഞാൻ തരുന്നവരെ ടീച്ചർ നിന്നോട് ആ പൈസയെ കുറിച്ച് തിരക്കുവാണ്, നീ ഞാനാ എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ടീച്ചറിനോട് സംസാരിച്ചോളാം, ഇപ്പൊ വാ നമുക്ക് വീട്ടിൽ പോവാം, നാളെ സ്കൂളുണ്ടല്ലോ. എന്നിട്ട് അവളെ ചെന്ന് വീട്ടിലാക്കിയിട്ട് ഇവന് ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവിടെ സിഗരറ്റ് അടക്കുന്നുണ്ട്. ഇവന് സംശയത്തി ആ ഗാവോടെ ആൾക്കാരൊക്കെ പൈസ ചോദിച്ച് ഇവിടെ കൊന്നേക്കോന്ന് പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വരാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് എനിക്ക് ആരും പേടിയില്ലെന്ന് പറയുമ്പം ഇവൻ അവരൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരൊന്നുമില്ല, അവന്മാർ എന്തു ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇവൾക്ക് ഇവിടെ ഇരിക്കുന്ന സേഫ് അല്ലെന്ന് പറയും. അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാരാണ് ഇവരെ കണ്ടിട്ട് ആ ഏബോടെ മകൾ രക്ഷപ്പെട്ടു പോകുന്നറിഞ്ഞ് ഇവരെ ടോട്ടിക്കും. അതിനെ ശിവൻ അവളെ സുരക്ഷയുടെ ഒരു സ്ഥലത്താക്കിയിട്ട് മറ്റവന്മാരെ ഡൈവേർട്ട് ചെയ്ത് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഇവനും മുഖം ഫുള്ള് ചോരയായിട്ട് അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ ഇവളാ ചോര കണ്ട് പേടിക്കും. അപ്പോഴാണ് അവനും ഓ ഇതൊന്നും കുഴപ്പമില്ല, ഇനി നിനക്ക് പോകാൻ വല്ല വീടുണ്ടോ എന്നിന് അവന് ചോദിച്ചിട്ട് അവസാനം അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോകും. കാരണം ഇവൾക്കറിയാവുന്ന വേറെ ആരും ഇവിടെ ഇല്ല. അതിനുശേഷം അവളുടെ കയ്യിലാണ് കുറെ പാടിരിക്കുന്നിട്ട് ഇവൻ നിന്റെ അച്ഛനാണോ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കും. അങ്ങനെ അയാളെ തടയാൻ ആരില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളൊരു അച്ഛൻ മകളെ പാഠം പഠിപ്പിക്കുന്നൊക്കെ ആർക്കും തടയാൻ പറ്റും ചോദിക്കും. അങ്ങനെ ഇവൾക്ക് സ്വന്തമായിട്ട് ഫാമിലീസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരേശ പോലീസിനെ വിളിച്ചാൽ പോലും ഇന്ന് നടന്ന പോലെ അയാൾ നാടകം കളിക്കുന്ന പറയും. അങ്ങനെ ഇവളാകെ സമ്മാനിച്ച് ജീവിച്ചോണ്ടിരുന്ന സ്കൂളിൽ മാത്രമേ ഉള്ളു. പക്ഷെ ഇപ്പൊ ഇവളുടെ നിന്ന് ആ പൈസ പോയതുകൊണ്ട് ഇനിയിപ്പൊ അതും പോയി കിട്ടിയെന്ന് ഇവളിവിടെ സങ്കടപ്പെട്ട് പറയുമ്പോൾ അവൻ ഈ പ്രശ്നമൊക്കെ
അവൻ ഹാൻഡിൽ ചെയ്തോളം പറയും. അപ്പരാണ് അവളും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതെന്റെ പ്രശ്നമല്ല, ഇനി എന്തായാലും ഞാൻ മരിക്കാനും തീരുമാനിക്കത്തില്ല എന്നിട്ട് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പം ഇവൻ ഇവിടെ നിന്ന് എവിടെ പോകാന്ന് പറഞ്ഞിട്ട് അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവൻ കടയിൽ ചെന്ന് ഇവൾക്ക് വേണ്ടി കുറെ കഴിക്കാൻ ഫുഡും പേസ്റ്റും ബ്രഷൊക്കെ വാങ്ങിച്ചോണ്ട് വരും. അതിനേശം അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഈ റൂമെല്ലാം ക്ലീനാ, പിന്നെ ബാത്റൂം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇവളുടെ വീടായിട്ട് നോക്കിക്കോളാൻ പറയും. അപ്പരാണ് അവളാണ് നിന്റെ വീടായിട്ട് നീ എന്തിനാ പുറത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവൻ ഈ സമയത്ത് ഇവള് വീട്ടിലേക്ക് പോകുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പറയും. എന്നിട്ട് അവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനാണ് മറ്റേ കൊച്ചിനെ വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് പേടിച്ചിട്ട് അളിയാ നീങ്ങി വന്നേ, ഞാൻ ചുമ്മാ സിനിമ കാണാൻ വേണ്ടി വന്നേ, അല്ലാതെ വായി നോക്കുമല്ല എന്നിട്ട് അവൻ പറയുമ്പം ഈശ്വനാണ് ചിരിച്ചിട്ട് സത്യമാണ് എനിക്ക് മനസ്സിലായി, ഞാൻ സിനിമ കാണാൻ വേണ്ടി വന്നേ. എന്നിട്ട് ഈശ്വൻ വീട്ടിലുള്ളതുകൊണ്ട് ഇവൻ ഇവിടെ കിടന്നുറങ്ങും. അതിനേശം ഇവിടെ ഈശ്വന്റെ കൂട്ടുകാരനും പുറത്ത് അവൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാരെല്ലാം നീ മാത്രം ഒറ്റ കഴിക്കുന്നെന്ന് പറഞ്ഞ് ഇവനെ ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. അതിനേശം അവനും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാതെ പിന്നെ ആർക്ക് വാങ്ങിച്ചു കൊടുക്കും പറഞ്ഞ് അവന്മാരൊക്കെ അവിടെ പിടിച്ചിരുത്തും. കാരണം ഇവന്മാരൊക്കെ സീനാണ്. അതിനേശം ഇവന് പൈസ ഇല്ലാതെ ഇവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവന്മാരാണ് ഇവന്റെ ലൈനിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞോണ്ടിരിക്കും. എടാ സിനിമ ഇടുന്ന പെങ്കൊച്ചില്ലേ, അവളെ കാണാനേ കൊള്ളാം, പക്ഷെ അവൾക്ക് നല്ലോണം നടക്കാൻ പറ്റത്തില്ല, അവൾക്ക് അതേയുള്ള ഒരു വീക്ക്നെസ് എന്നിട്ട് അവന്മാര് സംസാരിച്ചോണ്ട് ഇപ്പൊ ഇവനെ നോക്കി നീ എന്തായാലും അവളുടെ പുറകെ പോയില്ലേ എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതിനേശം അവന്മാരൊക്കെ അവളിട്ട് കുറെ കളിയാക്കുമ്പോഴാണ് ഇവന് കട്ട ദേഷ്യായി അവന്മാരെ കടിച്ച് പഞ്ഞിക്കിടും. അതിനേശം അവന്മാരെല്ലാരും കൂടെ കൂട്ടത്തോടെ ഇവനടിച്ച് പൊട്ടിക്കുമ്പോഴാണ് ഈ സംഭവം എന്നറിയാതെ ഈശ്വരനെ സിനിമ സ്ഥലത്ത് തന്നെ കടന്നുറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് സിനിമ അവിടെ പ്ലേ ആകുന്നുണ്ട് നല്ലോണം ഉറക്കം വരത്തില്ല. ഇപ്പൊ വീണ്ടും 2026 കാണിക്കുവാണ്. ഇവിടെ അവളുടെ അച്ഛൻ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സെക്യൂരിറ്റിയും പേടിച്ചിട്ട് ഇവിടെ പ്രേതമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരല്ലേ മോളെന്ന് പറഞ്ഞ് ഇവൻക്കൊരു അഡ്വൈസ് ചെയ്യും. പക്ഷെ അവളാണ് എന്തോ ഇതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ പോലീസ് ആള് വിളിച്ചു വരുത്തുമ്പോഴാണ് ഇവളുടെ അച്ഛനെ കണ്ടെത്താൻ അച്ഛന്റെ കയ്യിൽ ID കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ എന്റെ ID കാർഡ് മതിയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൊടുക്കും. അതിനേശം അവർ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് സത്യത്തിൽ നിന്റെ അച്ഛൻ കാണാതെ പോയോ അല്ലെ നീ ഞങ്ങളെ പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇവളോട് ചോദിക്കും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഞാൻ ഇതിനെ കള്ളം പറയുന്നത്, എന്റെ അച്ഛൻ മിസ്സിങ് ഇന്നലെ തൊട്ട്, അത് രാത്രി സമയത്ത് ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കം ഉണ്ടായിരുന്നു, അതിനേശം രാവിലെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല എന്നിട്ട് ഇവളും പറയുമ്പോൾ പോലീസ് എങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ ഇതല്ലേന്ന് പറഞ്ഞിട്ട് അയാളുടെ സിസ്റ്റർ എടുത്ത് കാണിക്കും. അങ്ങനെ ഇവളുടെ അച്ഛൻ 20 വർഷം മുമ്പേ ജയിലിൽ കടന്ന് മരിച്ചെന്ന് പറയുമ്പോൾ ഇവളാണ് ഫോട്ടോ കണ്ടിട്ട് ഇത് അവളുടെ അച്ഛനല്ലെന്ന് അറിയും. കൂടാതെ സ്വന്തം അച്ഛനെ കണ്ട് ഇവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങേരൊന്നും ഇവളുടെ അച്ഛനല്ലെന്ന് അറിയുമ്പോൾ ആ പോലീസാണ് എന്നാൽ ഞങ്ങളുടെ സിസ്റ്റം തെറ്റായിട്ട് പറയത്തില്ല മോളെ, നീ പോയി നിന്റെ അച്ഛന്റെ ID കാർഡോ എന്താന്ന് വെച്ചാൽ ഡീറ്റെയിലിന് കൊണ്ടുപോവാ, എന്നാൽ ഈ കേസ് ക്ലിയർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഇവളെ തിരിച്ച് പറഞ്ഞയക്കും. അതിനേശം ഇവള് വീട്ടിലേക്ക് വന്നിട്ട് അച്ഛന്റെ ID കാർഡൊക്കെ വല്ലോണ്ടെന്നാണ് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് അവിടെ ഒരു കുക്കീസിന്റെ ബോക്സ് കാണുന്നത്. അതിനേശം അവളെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഹെയ്റ്റങ് എന്ന് പറഞ്ഞൊരു പേര് ഇവളൊരു ലെറ്റർ കാണും. അങ്ങനെ അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇന്നലെ രാത്രി ഇതേപോലെയല്ല ഹെയ്റ്റങ് എന്ന പേര് എന്നൊരു ലെറ്റർ 1991 വന്നേന്ന് പറഞ്ഞ് ഇവള് രണ്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒരേ പേരാന്ന് ഇവൾക്ക് മനസ്സിലാവും. അതിനേശം അവളും അതിന്റെ കൂടെ തന്നെ ഉള്ള കുറെ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ അച്ഛൻ പൂഷെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കുറെ ടിക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്ന കാണാം. അതുകൊണ്ട് ഇവളാണ് ഇത് കേട്ട് ഷോക്കായിട്ട് അച്ഛന്റെ എന്തിനാ ഈ ടിക്കറ്റ് കുറെ ഉള്ളെന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതേസമയം ആ പൂശിയ സ്ഥലം ഇപ്പൊ കാണിക്കുവാണ്. അവിടെ പൊരുത്തനും വിദേശത്ത് നിന്ന് ആദ്യമായിട്ട് ഇവന്റെ അമ്മയെ കാണാൻ വേണ്ടി വരുമ്പം വീട്ടിലാണ് അവന്റെ അമ്മ കാണത്തില്ല. അതുകൊണ്ട് അവന് ഫോണൊക്കെ വിളിച്ചു നോക്കുമ്പം ഇവന്റെ അമ്മയുടെ ഫോണ് ഒരു ട്രാഫിക് പോലീസായിരിക്കും എടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഇവനിപ്പോ വിളിച്ച വ്യക്തി ഒരു കാറുമായിട്ട് മലയുടെ മുകളിൽ നിർത്തിയേക്കോന്ന് അറിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ആ കാർ എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. കാരണം ഇപ്പൊ കുറെ ദിവസമായിട്ട് ആ കാർ അവിടെ തന്നെ നിൽക്കുക. അതുകൊണ്ട് ഈ ന്യൂസ് കേട്ട് അവന് പെട്ടെന്ന് ഷോക്കാവും. ഇവന്റെ അമ്മയാണ് ഹെയ്റ്റാങ്. അങ്ങനെ ആ ഒരു സസ്പെൻസോടെ ഇവിടെ വീണ്ടും നമ്മൾ 1991 പോവാണ്. അവന് രാത്രി ഫുള്ളും പുറത്ത് കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ ഇവളെ വന്ന് വിളിക്കുമ്പോഴാണ് ഇവളുടെ ഒരു അനക്കം കാണത്തില്ല. അതുകൊണ്ട് അവനും ഞാനിപ്പോ അകത്തേക്ക് ഒരു ഹെയ്റ്റാങ് എന്ന് പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പം അവളാണ് അകത്തെങ്ങും തന്നെ കാണത്തില്ല. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന സത്യത്തിൽ ഇവ വാങ്ങിച്ചെന്ന ഒരു സാധനം പോലെ അവൾ യൂസ് ചെയ്യാതെ അവൾ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങിപ്പോയെന്ന്. അതിനേശം അവന് നേരെ അവളെ ക്ലാസ് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പം അവിടെ അവൾ വന്ന് കാണത്തില്ല. അതുകൊണ്ട് ഇവൾ എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഹെയ്റ്റങ്ങ് നേരെ ടീച്ചറിനെ കാണാൻ പോയിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞോ എന്ന് പറയാൻ വേണ്ടി വന്നേക്കുക. അപ്പോഴാണ് ടീച്ചർ ഇവളെ കണ്ടിട്ട് ഹെയ്റ്റ നിന്റെ ഫേസിനൊക്കെ എന്ത് പറ്റി, എന്തിനാ കുറെ പാടൊക്കെ ഉള്ള എന്നിട്ട് ടീച്ചറും ചോദിക്കുമ്പോൾ അവളും പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അതിനേശം ടീച്ചറും എങ്കിൽ പിന്നെ ക്ലാസ് ഫണ്ട് എവിടാന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോൾ ഇവളെ ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവളില്ലാത്ത സമയം നോക്കി ആ ഷെന്നാണ് കുറെ കഥകൾ ഇവളെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അളി ഇന്നലെ രാത്രി ആ ഹെയ്റ്റിങ് അവളുടെ അച്ഛനെ കത്തിയും കൊണ്ട് കുത്താൻ പോയാടാ, അവസാനം
അവസാനം അവളുടെ അച്ഛനാണ് പെടപെടിച്ച് അവിടെ വീണുപോയ. അത്രയ്ക്ക് ചോരായിരുന്നു ആ സ്ഥലം ഫുള്ളും. എന്നിട്ട് അവൾ അവളുടെ അച്ഛനെ വിട്ടില്ല, പുറേ ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് നോക്കി ഒരു വെട്ടാങ് വെച്ചു കൊടുത്ത്. എന്റെ പൊന്നോ മാസ്. എന്നിട്ട് ഇവനും കുറെ കഥകളൊക്കെ ഉണ്ടാക്കി പറയുമ്പം കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ എങ്കിൽ പിന്നെ അവളുടെ അച്ഛൻ ചത്തോന്ന് ചോദിക്കും. അപ്പനാണ് അവനും ചത്തിട്ടൊന്നുമില്ല, പക്ഷെ അവൾ തടയാൻ വേണ്ടി കുറെ മാര് വന്നറാ. അവരെല്ലാം ഇവള് വെട്ടി അങ്ങ് വീഴ്ത്തി. ഇവൾക്ക് സത്യത്തിൽ പ്രാന്ത. നമ്മുടെ സ്കൂളിൽ നോർമലായിട്ട് ചുമ്മാ നാടകം കളിക്കുക, തലയ്ക്ക് സുഖമില്ലാത്തവളാണ് ഈ ഹെയ്റ്റാങ് എന്നിന് ഇവനും പറഞ്ഞോണ്ടിരിക്കുമ്പം അവിടേക്കാണ് ഈശ്വനും ദേഷ്യത്തിൽ വന്നിട്ട് ഇവനെ പിടിച്ചങ്ങ് അടിക്കും. നിന്നോട് ആരാടാ ഈ കഥയൊക്കെ പറഞ്ഞ എന്നിന് ഇവന് ചൂടാകുമ്പം അതേസമയം അവിടേക്ക് വരുന്ന ഹെയ്റ്റാങ്ങിനെ കണ്ട് ഇവെല്ലാം പേടിച്ച് സീറ്റിൽ ചെന്നിരിക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ അച്ഛൻ സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. സാറുമാരെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഇന്നലെ രാത്രി അവൾ കത്തിയും കൊണ്ട് എന്റെ വയറ് കുത്തി കീറി. എന്റെ മോളല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ പോലീസിൽ പിടിച്ചു കൊടുത്തേ. നിങ്ങൾക്ക് എന്തോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ അവൾക്ക് ഡിസിപ്ലിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? എന്നിന് അവളുടെ അച്ഛനും ടീച്ചർമാരായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളാണ് ഓടി വന്ന് ഇവളുടെ അച്ഛനെ തടഞ്ഞു നിർത്തുമ്പം ഇവളുടെ അച്ഛനും ദേഷ്യത്തി ഇന്നലെ രാത്രി നീ എവിടാടി പോയി കടന്ന്? ഇവന്റെ ബെഡ്റൂമിലായിരുന്നു എന്നിനെ അവരെ കുറിച്ച് മോശമായിട്ട് പറയുമ്പം ഈശ്വൻ അവനെ അടിച്ച് പൊട്ടിച്ചിട്ട് സ്വന്തം മോളിനെ കുറിച്ചാണ് അവിടെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അതിനുശേഷം ടീച്ചർമാരിലെ ഇവരെ പിടിച്ച് തടഞ്ഞു നിർത്തുമ്പോഴാണ് അവളുടെ അച്ഛന് സ്കൂളിൽ വെച്ച് നീ അടിച്ചോന്ന് പറഞ്ഞ് അവന് പ്രിൻസിപ്പളിനെ കാണാന്ന് പറഞ്ഞ് ടീച്ചേഴ്സായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം പ്രിൻസിപ്പൾ എന്ന് ഇയാളെ സമാധാനപ്പെടുത്തുമ്പം അയാൾ ചുമ്മാ കരഞ്ഞോണ്ട് നാടൻ കളിച്ചോണ്ടിരിക്കും. എന്റെ മോളെ കുറിച്ച് എനിക്ക് നല്ല വിഷമമുണ്ട് സാറേ. ആ പയ്യനെ കണ്ടില്ലേ, സ്കൂളിൽ വെച്ച് തന്നെ ഒരു മുതിർന്ന മനുഷ്യനാ നോക്കാതെ എന്നെ അടിച്ച് പൊട്ടിച്ച്. ഒരു നിങ്ങളും തടഞ്ഞില്ലേ, അവൻ എന്നെ ഇവിടെ വെച്ച് എന്നെ കൊന്നേനെ. എനിക്കിത് പറയാൻ തന്നെ നാണക്കേടാ, പക്ഷെ എന്റെ പൈസ ഇല്ല സാറേ. അതുകൊണ്ട് തന്നെ ഇന്നലെ എന്റെ മോൾ എന്നെ കുത്തിയപ്പോ തന്നെ എനിക്ക് ആശുപത്രി പോകാൻ പറ്റിയില്ല. എന്റെ മകളുടെ ഫീസ് അടച്ചടച്ച് തന്നെ എന്റെ പൈസ എല്ലാം ഇല്ലാതായി പോയി. എന്നിന് ഇങ്ങാരും ചുമ്മാ നാടകം കളിക്കുമ്പം പ്രിൻസിപ്പളാണ് ഇതൊക്കെ സത്യം എന്ന് വിചാരിച്ച് ഇങ്ങേർക്ക് ചെലവിന് പൈസ കൊടുക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും പൈസ ഒന്നും വേണ്ട സാറേ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു, എന്റെ വിഷമങ്ങളൊക്കെ നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണ്ടേ, പിന്നെ സ്കൂളിൽ വെച്ച് നടന്ന പ്രശ്നമൊന്നും ഞാൻ ആരോടും പറയത്തില്ല. എന്നിന് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ എന്തായാലും ഈ പൈസ നിങ്ങളുടെ നല്ലതിന് വേണ്ടി വെച്ചോന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താൽ കൊടുക്കും. അതിനുശേഷം അവളുടെ അച്ഛന് വന്ന പണി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ടീച്ചറാണ് ഈശ്വനെ പിടിച്ച് വഴക്കുറഞ്ഞോണ്ടിരിക്കും. എടാ നീ ആ ചായയുടെ കറങ്ങുന്ന പോലെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുവാണോ? നിന്റെ ഗാങ്സ്റ്റർ മൈൻഡ് ഇതുവരെ മാറിയിട്ടില്ല, ഇനി നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ് ഈ സ്കൂളിൽ നിന്നെ പുറത്താക്കും. ഏതിന് ടീച്ചറും പറയുമ്പം അവനും ദേഷ്യത്തി ഞാനെന്തോ തെറ്റിയത്, അങ്ങേരൊക്കെ ഒരു വട്ടന, അയാൾ എത്ര മോശക്കാരനാന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇത് ഒരു പ്രശ്നമില്ലെങ്കിൽ എന്നെ പുറത്താക്കിയോ, എനിക്കൊരു സീനില്ല. ഏതിന് ഇവനും പറയുമ്പം ടീച്ചർ വിഷമിച്ചിട്ട് എടാ ഈശ്വൻ, കൊച്ചിലെ തൊട്ട് നമ്മൾ ഒരുമിച്ച അനാഥാശ്രമത്തിൽ വളർന്ന് എനിക്ക് നിന്നെ കുറിച്ച് നല്ലോണം അറിയാം. നീ ആ ചായയുടെ എപ്പോഴാണ് കറങ്ങി തുടങ്ങിയത് അപ്പൊ തൊട്ട് നിന്നെ പ്രശ്നങ്ങളാ. നീ ഇപ്പൊ ഹെയ്റ്റാങ്ങിന്റെ കൂടെ കറങ്ങുന്നുണ്ടാ അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നത്. നീ നല്ലോണം ആലോചിക്കും. ഇതിനുമ്പ് നിന്നെ സ്കൂളിൽ നിന്ന് എന്തിനാ പുറത്താക്കിയ? ഈ തവണ അതൊന്നും ചെയ്യാതെ നീ നിന്നെ കൺട്രോൾ ചെയ്യണ്ട. ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഏതിന് ടീച്ചറും പറയുമ്പം അവനാണ് അപ്സെറ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുവാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഹെയ്റ്റാങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ഇന്ന് കളഞ്ഞുപോയ പൈസ എല്ലാം എന്റെ കയ്യിലുള്ള, അതുകൊണ്ട് ക്ലാസ് ഫണ്ടൊക്കെ ഞാൻ തന്നിപ്പോ. എന്നിന് ഇവനും പറയുമ്പം സ്വന്തം അനിയനായിട്ട് കാണുന്ന ചേച്ചിയും എങ്കിൽ പിന്നെ നിന്നെ ആരോടെ ഫോഴ്സ് ചെയ്യുന്നില്ല ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞിട്ട് അവർ വിഷമിച്ച് പറഞ്ഞയക്കും. അങ്ങനെ ഈശ്വനും ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇത് കണ്ട് ഷെന്നെ സന്തോഷത്തി ഞാൻ പറഞ്ഞില്ലേ സ്കൂൾസിന് അതിനായിട്ട് റൂൾസ് ഒക്കെ ഉണ്ട്, അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നിന് അവന് സന്തോഷത്തിരിക്കും. അതിനുശേഷം ഈ കാര്യം അറിഞ്ഞ് ഹെയ്റ്റങ്ങാണ് ടീച്ചറിനെ കാണാൻ വേണ്ടി വരും. ടീച്ചറെ ക്ലാസ് ഫണ്ട് എന്റെ എന്നാ കളഞ്ഞു പോയ, നിങ്ങൾ എന്തിനാ അവനെ സസ്പെൻഡ് ചെയ്ത്? നിങ്ങൾക്കൊല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാം, അവനെ തിരിച്ചു വിളിക്ക്. എന്നിന് ഇവൾ പറയുമ്പോഴാണ് ടീച്ചറും ഹെയ്റ്റാങ് നീ ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുവാണ് പിന്നെ നിന്നെ കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ല, അതാണ് നീ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാം. എന്നിട്ട് ടീച്ചറും പറയുമ്പം അവൾ ഈശ്വരന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു ഇന്നസെന്റ് ആന്ന് പറയും. അങ്ങനെ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഇവളുടെ അച്ഛൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അവനെ സസ്പെൻഡ് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഈശ്വനും അവൻ നേരെ ചായ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവനാണ് ഇവനോട് ദേഷ്യപ്പെടും. എടാ ഇന്നലെ നീ എവിടെ ആയിരുന്നു പോയ? നീ എന്തോ എന്നെ മണ്ടനാന്ന് വിചാരിച്ചോ? ഇന്നലെ നീ എന്തിനാണ് അവളുടെ പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ടെ? അത് നിന്റെ വല്ലതും പ്രശ്നമാണോ? എന്നിനെ ചാ ചൂടാകുമ്പോഴാണ് അവനും അതല്ല ചാ, അവൾക്ക് സഹായിക്കാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത്, അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അവളുടെ അച്ഛനല്ലേ കടം വാങ്ങിച്ചേക്കുന്നത്. എന്നിന് ഇവനും പറയുമ്പം ചായയാണ് അവൻ അടിച്ചിട്ട് എടാ ഈശ്വൻ നമ്മളൊക്കെ പിരിവുകാരാ, ഇവിടെ നീ ഹീറോ ഒന്നും കളിക്കണ്ട, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലേ നമുക്ക് ജീവിക്കണ ആ ഗാവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ, നീ അവന്റെ ആൾക്കാരെ തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി അടിച്ചിട്ട് ഇത് കാരണം എത്ര വലിയ പ്രശ്നം ഉണ്ടാകുമോ നീ ഒന്നും അറിയുന്നില്ല. എടാ റാറ്റെ നിനക്കെന്താ പ്രശ്നം? എടാ നീ ആ ഗാവോടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ അടിച്ചിടുന്നു, നമ്മളെ കൊണ്ടൊന്നും അവന്മാർ അടുത്തുപോലെ നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ജീവിക്കണ അവന്മാരുടെ അടുത്ത് നിന്ന് മാറി നിന്നേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യണ ഇതൊക്കെ സഹിച്ചു നിൽക്കി. ഏതിനെ ചായം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഈശ്വരൻ നേരെ ഹെയ്റ്റാൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് ചെല്ലും. അതിനുശേഷം അവനും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോണ്ട് ഇവളൊന്ന് വിഷമിക്കേണ്ടെന്ന് പറയും. കാരണം എന്തായാലും അവന് സ്കൂളിൽ പോകാനൊന്നും ആഗ്രഹമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇവളോട് പറയുമ്പോൾ ഇവൾ ഇവിടെ നിന്ന് പൈസ എടുത്തിട്ട് ഇവൻ തന്ന പൈസ ഇവളിപ്പോ തിരിച്ചു തരുവാന്ന് പറയും. അപ്പോഴാണ് അവനും ഓ എനിക്കൊന്നും ഇത് വേണ്ട,
വാങ്ങിച്ചോണ്ട. എന്നിന് അവന് വാങ്ങിക്കാതിരിക്കുമ്പം ഇവളിപ്പോ ഇത് വാങ്ങിച്ചില്ല, നമ്മൾ തമ്മിൽ വീണ്ടും മിണ്ടത്തില്ലെന്ന് പറയും. അപ്പഴാണ് അവൻ എന്നെ ഐസിന് വാങ്ങിച്ചു വെച്ചിട്ട് ശരി എന്നാ എങ്കിൽ പിന്നെ ഞാനിപ്പം നിനക്ക് ഈ പൈസ തരാം, ഇത് അന്ന് നിന്റെ അമ്മൂമ്മയുടെ പൈസ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാ, ഇതിപ്പോ നീ വാങ്ങിച്ചില്ല പിന്നെ ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല. എന്നിന് ഇവനും അവളുടെ ആ പൈസയും കൊടുക്കും. അതിനുശേഷം അവനും ഇവന്റെ ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് ഇനി ഇവൾ ആരെയൊക്കെ ഉപദ്രവിക്കാൻ വരുവാണ് ഇവൻ അപ്പം തന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അന്ന് രാത്രി ഈശനാണ് ഇവന്റെ അതേ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ലവ് ലെറ്റർ കണ്ടിട്ട് ഇവനത് വീട്ടിൽ വെച്ച് വീണ്ടും ഒട്ടിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനത് വായിച്ചു നോക്കുമ്പോഴാണ് സത്യത്തി ഇവനെ ഇത് ലെറ്റർ പോലെയാണ് ആ ലെറ്റർ ഉള്ളത്. അങ്ങനെ അതൊക്കെ അവൻ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ സമയത്ത് ഹേറ്റങ്ങും അവന്റെ ഫോൺ നമ്പറൊക്കെ തന്നുകൊണ്ട് ഇവളിപ്പോ അത് നോക്കി അവനോട് ഒരു ചെറിയ ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങും. അതേസമയം ഇവിടെ 2026 ഇവളാ ലെറ്റർ വന്ന കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരോട് കാണിക്കും. അപ്പോഴാണ് അവളാണ് ഇത് വായിച്ചു നോക്കിയിട്ട് എന്റെ അമ്മോ ഇതൊരു സൂസൈഡ് ലെറ്റർ ആണല്ലോ, ഇതെന്തിനാണ് നീ എനിക്ക് കാണിക്കുന്നത്, കൂടാതെ ഹേറ്റങ്ങിന് പേരിലല്ലോ നേക്കുന്നത്, അത് നീ ഒന്നല്ലല്ലോ എന്നെ കൂട്ടുകാർ പറയുമ്പോഴാണ് അവളും ഹേടി അതല്ലടി എന്റെ അച്ഛൻ വെച്ചിരുന്ന ലെറ്ററിനകത്തും ഈ ഹേറ്റ് എന്ന പേര് ഒരു ലെറ്റർ ഇരിപ്പുണ്ട്, ഈ രണ്ടുപേരും ഒന്ന് തന്നെ, കൂടാതെ ഹാൻഡ് റൈറ്റിംഗും സെയിം, അതുകൊണ്ട് ഈ ലെറ്റർ തീർച്ചയായിട്ടും എന്റെ അച്ഛൻ അറിയാവുന്ന ഒരു ഹേറ്റ് അങ്ങ് അയച്ചേക്കുന്നത്, അതും 1991 ഇരുന്ന്. എന്നിന് ഇവൾ പറയുമ്പം കൂട്ടുകാരി ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ ചുമ്മാതെ ഞാൻ പ്രഗ്നന്റ് നീ പേടിപ്പിക്കില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും നേരെ അവളുടെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടി അവളുടെ അച്ഛൻ ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചിരുന്ന ആ പൂഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. അതിനുശേഷം അവിടെ ഹേറ്റങ് ആരിലൊക്കെ അറിയാമെന്നറിഞ്ഞ് ഇവൾ ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഓഫീസറും ഇവൾ ഹേറ്റങ്ങിന്റെ ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഹേറ്റങ് എന്റെ ഒരു ആന്റിയാന്ന് പറഞ്ഞിട്ട് ഇവൾ ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവരങ്ങനെ ചുമ്മാ തരാൻ പറ്റത്തില്ല, ഇവളുടെ ID കാർഡ് കാണിച്ചാലേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ ഞാൻ പിന്നരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് പോയി അടുത്ത സെക്കൻഡ് തന്നെ ഹേറ്റങ്ങിന്റെ മകൻ അവിടേക്ക് വന്നിട്ട് അവന്റെ അമ്മയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഇവളും അവളുടെ കൂട്ടുകാരോട് ഇൻഫോർമേഷൻ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടുത്തെ ഓഫീസർ ഇവനോട് ഈ ഹേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ വന്ന പെങ്കൊച്ച് അന്വേഷിച്ചിട്ട് പോയെന്ന് പറയും. അതോടെ അവനാണ് എന്റെ അമ്മയെ കുറിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പൊ തന്നെ അവളെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ അവൻ എന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കാൻ നീ ആരാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് ചോദിക്കുമ്പോൾ അവൾ നീയാണ് ഹേറ്റിങ്ങിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അമ്മ ഇപ്പൊ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ അമ്മ അവിടെ എന്നോട് ചോദിക്കുന്നു, സത്യം പറഞ്ഞു എന്റെ അമ്മ എവിടെ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇവന് പോലീസിനോട് വിളിച്ചോണ്ടാവുമ്പോൾ അവളാണ് എനിക്ക് നിന്റെ അമ്മയുടെ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവരെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് പറയും. അതിനുശേഷം പോലീസും ഇനിയിപ്പോ ഇവന്റെ അമ്മ കാണാതെ പോയത് ഇവൾക്കൊല്ല ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അവൾ ഇവന്റെ അമ്മയൊന്നും അറിയത്തില്ല, അവളുടെ അച്ഛനെ കാണാതായതുകൊണ്ട് അവളുടെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടിയാ ഈ ഹേറ്റ് എങ്ങനെ അന്വേഷിച്ചു വന്നതെന്ന് അറിയും. അതുകൊണ്ട് പോലീസാണ് ഇവളുടെ അച്ഛനെല്ലാം ഇവന്റെ അമ്മയ്ക്ക് പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് ആരാന്നോലും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് അറിയും. അതോടെ അവളും ദേഷ്യത്തി സത്യം നിന്റെ അമ്മയാണോ അല്ല വേറെ വല്ലവരുടെ ആണെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പോൾ അവന് കുറെ വർഷം അവന്റെ അച്ഛൻ്റെ കൂടെ വിദേശത്തായിരുന്നെന്ന് അറിയും. കൂടാതെ അവൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇവന്റെ അമ്മയുടെ കാറ് ഒരു മലയുടെ മുകളിൽ കുറെ ദിവസങ്ങളായിട്ട് നിന്നോണ്ടിരിക്കുക. അങ്ങനെ അതിൽ തന്നെ ഇവനെന്തോ സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസും ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും പാരന്റ്സ് അറിയാതെല്ലാം മീറ്റ് ചെയ്യാൻ പോയി കാണുമെന്ന് പറഞ്ഞ് ഇവരൊന്നും കൂടെ വീട്ടിൽ ചെന്ന് ഫോൺ വിളിച്ചൊക്കെ നോക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവനും നീ എന്തിനാ എന്റെ അമ്മയെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് പുറത്ത് വെച്ച് അവളോട് ചോദിക്കുമ്പോൾ അവൾ സത്യത്തി നിന്റെ അമ്മയെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇവന്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറയും. അതിനുശേഷം അവനും അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഇവളുടെ അച്ഛൻ്റെ ഇരിക്കുന്ന പോലെ സെയിം ഒരു കുക്കീസിന്റെ ബോക്സ് ആണ്. അങ്ങനെ അവൾ ആൾക്കാർ ഇവനോട് പറയുമ്പോൾ അവന് കുക്കീസിന്റെ ബോക്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. ഒരു ഇവൾ ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാക്കി ഇവന്റെ അമ്മയെ മറച്ചു വെച്ചേക്കാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഇതുവരെ നിന്നെ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഇവന്റെ അമ്മയുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇവളുടെ കാണിച്ചാൽ പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറയും. അതിനുശേഷം അവളെ ലെറ്ററും ഇവന്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചിട്ട് ഇത് ഇവന്റെ അമ്മയുടെ അതേ ഹാൻഡ് റൈറ്റിംഗ് ആന്ന് പറഞ്ഞ് അവള് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ അവൻ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കാതെ ഇവന്റെ അമ്മ ഇവൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഇവളെ തന്നെ അവൻ ചോദ്യം ചെയ്യും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് നിന്റെ അമ്മയെ ഞാൻ ഒന്ന് കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാകും. അതേസമയം ഇവിടെ 1991 ഹേറ്റങ് ആണ് ഇവള് മരിക്കാൻ പോവാന്ന് അവളുടെ അമ്മമ്മയ്ക്ക് എഴുതി ലെറ്റർ എടുക്കാൻ വേണ്ടി ഇവളെ പോസ്റ്റ് ചെന്ന് നോക്കും. അപ്പോഴാണ് അവിടെ കുറെ ലെറ്റർ ആണ്, പക്ഷെ ഇവളെ എഴുതിയ ലെറ്റർ മാത്രം കാണത്തില്ല, കാരണം അതാണ് ഫ്യൂച്ചറിൽ ടൈം ട്രാവൽ ചെയ്ത് പോയേക്കുന്നത്. അതേസമയം ഇവിടെ ഗാവോടെ ആൾക്കാരും ചായ ഇവന്മാരെയൊക്കെ വിളിച്ചെടുത്തുമ്പോഴാണ് ചായാണ് അയാളോട് സോറി അയക്കും. ഗാവോ നിങ്ങളുടെ ആൾക്കാർ ഇവന്മാരെ അടിച്ചതൊക്കെ മണ്ടത്തരോ, അതിന് ഞാൻ സോറി പറയാം. എന്നിന് ഇവനും പറയുമ്പോൾ ഗാവോയാണ് ദേഷ്യത്തി അവന്റെ ആൾക്കാർ ചെന്ന് അടിച്ചിട്ടോണ്ടിരിക്കും. എനിക്കൊന്നും നിങ്ങളുടെ സോറി വേണ്ട, ഇവന്മാരൊക്കെ കൊച്ചു ഭയന്മാരുടെ അടി വാങ്ങിച്ചോണ്ടെന്നേക്കുന്നത്, നിനക്കൊക്കെ നാണില്ലാടാ. എന്നിട്ട് അവന്റെ ആൾക്കാരെയൊക്കെ ഇട്ട് അടിച്ച് അവൻ പനിഷ്മെന്റ് എടുത്തോണ്ടിരിക്കും. കാരണം ഇതേപോലെ ഇപ്പൊ ചായ ഇവന്മാർ രണ്ടുപേരും കൂടെ അടിക്കണം. അതുകൊണ്ട് ഗാവോയും ഇപ്പൊ നീ നിന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് മനസ്സിലാതെ അവന്മാർ രണ്ടുപേരും പിടിച്ച് അടിച്ചിട്ടോണ്ടിരിക്കും. അങ്ങനെ ഇനി മേലെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ട് ഇവൻ അവന്മാരിട്ട് അടിച്ചിടുമ്പോഴാണ് അതേസമയം ഹേറ്റങ് ഇവന്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവനാണ് ഇപ്പൊ അവളുടെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അതേസമയം അവളുടെ അച്ഛനും നീ ആരെയാ വിളിക്കുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇപ്പൊ ഫോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Our hearts beat to the city streets.
we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild.